തലയ്ക്കടിച്ചപ്പോൾ അഫാന്റെ നിലവിളി കേട്ടപ്പോൾ ശരിക്കും എൻ്റെ കയ്യിൽ നിന്ന് പോയി സാറേ എന്നായിരുന്നു ആശുപത്രിയിൽ കാണാനെത്തിയ മാനസിക ആരോഗ്യ വിദഗ്ധനോട് അഫാൻ പറഞ്ഞത്. ചുറ്റിക കൊണ്ട് തൻ്റെ ഉമ്മയെ ഉപദ്രവിക്കുമ്പോഴും ഉമ്മൂമ്മയും ബാപ്പയുടെ സഹോദരനെയും ഭാര്യയുമെല്ലാം അടിക്കുമ്പോൾ ഒന്നും അഫാന്റെ കൈ വിറച്ചിരുന്നില്ല. പക്ഷെ സ്വന്തം അനുജന്റെ ഇക്ക എന്ന വിളി ശരിക്കും അഫാനെ വേദനിപ്പിച്ചു എന്ന് പറയാം. ഒരു നിമിഷമെങ്കിലും അവനൊന്ന് പതറി, അവന്റെ കൈ വിറച്ചു. അഫാനോട് സംസാരിച്ച മാനസിക ആരോഗ്യ വിദഗ്ധൻ വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്. ഈ സാഹചര്യത്തിലാണ് രണ്ട് സ്ത്രീകൾ അഫാന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. 5 ലക്ഷം ചോദിച്ചിട്ടും തരാത്ത ബന്ധുക്കളായ രണ്ട് സ്ത്രീകളെ കൊല്ലാനും അഫാൻ പദ്ധതി തയ്യാറാക്കിയിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അഫ്സാനെ കൊല്ലപ്പെടുത്തിയതോടെ അഫാന്റെ മനോനില തെറ്റിയെന്നാണ്. അയാൾ ഒന്ന് പതറിപ്പോയി. അതിനാൽ ബാക്കിയുള്ള 2 പേരെ കൊലപ്പെടുത്താനുള്ള പദ്ധതി ഉപേക്ഷിച്ചു എന്നാണ് അഫാൻ വെളിപ്പെടുത്തുന്നത്. ബന്ധുക്കൾക്കെല്ലാം ശരിക്കും ഇയാളെ ഭയമാണിപ്പോൾ. അവൻ പുറത്തിറങ്ങിയാൽ തങ്ങളെ ആക്രമിക്കൂ എന്ന ഭയം അവർ വെളിപ്പെടുത്തുകയുണ്ടായി. ശരിക്കും മകൻ ചെയ്ത കുറ്റകൃത്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോൾ പിതാവ് അബ്ദുൾ റഹീമിന് അത് താങ്ങാൻ കഴിയുന്നുണ്ടാകില്ല. ഇപ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്, ആ പാവം മനുഷ്യൻ ഇതൊക്കെ എങ്ങനെ സഹിക്കുമെന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും വലിയ വേദനയാണ് അദ്ദേഹം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്നത് അബ്ദുൾ റഹീമിനെ കൂടി അക്ഷരാർത്ഥത്തിൽ കുടുക്കുന്ന കാര്യങ്ങളാണ് അഫാൻ പോലീസിനോട് പറഞ്ഞതെന്നതാണ്. അഫാൻ പറഞ്ഞത് കടബാധ്യതകൾ കൊണ്ടാണ് താൻ ഇത്രയും ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയതെന്നായിരുന്നു. പക്ഷെ പിതാവിൻ്റെ മൊഴി എടുത്തതോടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നത്.